ഗംഗയിലെ മനോരോഗിക്കുള്ള എക്സ്ട്രാ മാരിറ്റൽ അട്രാക്ഷൻ അതിനെപ്പറ്റി പറയുമ്പോൾ അത് അംഗീകരിക്കാൻ വളരെ പ്രയാസമുള്ള ആൾക്കാർ എന്റെ ഒരു ചോദ്യത്തിന് മറുപടി തരും. ജോലിയിൽ മുഴുകിയിരിക്കുന്ന നകുലൻ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരന്റെ പുസ്തകം വായിച്ച് അതിൽ മുഴുകിയിരിക്കുന്ന ഗംഗ പുസ്തകം വായിച്ച് തളർന്ന് നകുലേട്ട ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് ഒരു ആഗ്രഹത്തോടെ നകുലനെ നോക്കി കിടക്കാൻ നേരം വിളിക്കണേ, ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോകും എന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ ഒന്ന് നോക്ക പോലും ചെയ്യാതെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന നകുലൻ, ആ നകുലനെ നോക്കി പതിയെ കണ്ണടയ്ക്കുന്ന ഗംഗയും ആ കണ്ണടയുന്നതിനോടൊപ്പം ഒഴുകി ആ പുസ്തകത്തിലേക്ക് പോകുന്ന ക്യാമറ. ഈ പുസ്തകം കിടക്കുന്നത് എവിടെയാണോ നകുലൻ കിടക്കേണ്ടിയിരുന്ന ആ ഭാഗത്താണ്. ഈ ഒരു സീൻ എന്തിനാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആ ഉറങ്ങുന്നത് വരെ ഓക്കെ, ഈ കണ്ണിൽ നിന്ന് ഒഴുകി ഈ പുസ്തകത്തിലേക്ക് പോകുന്നതിന്റെ അതിന്റെ ആവശ്യം എന്താണ്? ഓക്കെ, പുസ്തകം എഴുതിയ ആളെയും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ സീനിന് മുമ്പും ആ സീനിന് ശേഷവും ഇത് വളരെയധികം സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്തിന് ഇത്രയും എഫേർട്ട് എടുത്ത ഒരു സീൻ, ഇത്രയും ഫിലിം വേസ്റ്റ് ചെയ്ത ഒരു സീൻ ഇതിന്റെ ഇടയിൽ കുത്തിക്കയറ്റി വെച്ചതെന്തിന്? മനുഷ്യത്താലും നമുക്കറിയാം കട്ട് ചെയ്ത ധാരാളം രംഗങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇത് അതിന്റെ ഇടയിൽ കുത്തിക്കയറ്റി വെച്ചു? ഇതിന് നിങ്ങൾക്ക് ഒരു വ്യക്തമായിട്ട് മറുപടി ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് അംഗീകരിക്കേണ്ടി വരും. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വേറെ പണിയില്ലേ എന്ന് അല്ലെങ്കിൽ തെറി പറയുക എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ വിരുദ്ധമാണ്. നിങ്ങൾക്ക് അതല്ല ശരിയെന്ന് മനസ്സിലുണ്ടെങ്കിൽ അതെന്നെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ, അത് സമൂഹത്തെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ പറയാൻ തെറ്റാണെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് വ്യക്തമായിട്ടുള്ള ആൻസർ തരയാണ് ചെയ്യേണ്ടത്.